ഹലോ, ഇന്നൊരു ക്യൂട്ടായിട്ട് ഒരു കുഞ്ഞ് ടെഡി ബെയർ ഉണ്ടാക്കിയാലോ. അപ്പോൾ അതിനായിട്ട് ഞാൻ സോഫ്റ്റ് ക്ലേ ആണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ മേടിച്ചിരിക്കുന്ന പാക്കിൽ ഈ ഐറ്റംസൊക്കെയാണ് വന്നിരിക്കുന്നത്. ഒരു 50 കളേഴ്സ് ഉണ്ട് ഇതിനകത്ത്. വളരെ സോഫ്റ്റാണ്, സ്ക്വിഷിയാണ്, ലൈറ്റ് വെയ്റ്റ് ആണ്. പിന്നെ 3 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് ഇത് കൊടുക്കാൻ പാടില്ല കേട്ടോ. കുട്ടികൾക്കായാലും വലിയവർക്കായാലും ക്രാഫ്റ്റ് ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് ഉപയോഗിക്കാൻ പറ്റിയ നല്ലൊരു ക്ലേ ആണ്. ഞാനിതിങ്ങനെ ബോളായിട്ടുള്ള ഷേപ്പിൽ ഉരുട്ടിയെടുത്തിട്ട് 2 ബോളുണ്ടാക്കി. എന്നിട്ട് അത് രണ്ടും കൂടി ചേർത്ത് വെച്ച് ഒന്ന് ഒട്ടിച്ചു കൊടുക്കുന്നേ ഉള്ളൂ. പക്ഷേ അതിന് ഗ്ലൂ ഒന്നും യൂസ് ചെയ്തിട്ടില്ല കേട്ടോ. അല്ലാതെ തന്നെ നല്ല രീതിയിൽ ഇത് ചേർത്ത് വെക്കുമ്പോൾ തന്നെ ഒട്ടി വരുന്നുണ്ട്. പിന്നെ രണ്ടും ഒരേ വലുപ്പമാണ് തോന്നിയത് 2 ബോളും. പക്ഷേ എന്നാൽ അത് വെച്ച് തന്നെ വർക്ക് ചെയ്യാമെന്ന് വിചാരിച്ചു. ഒരു അപാകതയാവുമോ എന്നൊരു സംശയം തോന്നി. പക്ഷേ എന്നാൽ അത് വെച്ച് തന്നെ വർക്ക് ചെയ്യാൻ എങ്ങനെ വരുമെന്ന് നോക്കാമല്ലോ. ഇത് വളരെ ഈസി ആയിട്ട് തന്നെ ഷേപ്പ് ചെയ്യാനായിട്ട് പറ്റുന്നുണ്ട് കേട്ടോ. അധികം പ്രഷറൊന്നും ഉപയോഗിക്കേണ്ട കാര്യമില്ല. മറ്റേ ഹാർഡ് ആയിട്ടുള്ള എയർ ഡ്രൈ ക്ലേയുടെ അത്രയും പ്രഷറൊന്നും ഉപയോഗിക്കേണ്ട ആവശ്യമില്ല. ഇത് ലൈറ്റ് വെയ്റ്റ് ആയതുകൊണ്ട് തന്നെ ഇതുപോലെയുള്ള മിനിയേച്ചറായിട്ടുള്ള ഐറ്റംസ് ഉണ്ടാക്കാനും അതുപോലെ ഫ്ലവേഴ്സ് അല്ലെങ്കിൽ ജുവലറീസ് ഒക്കെ ഉണ്ടാക്കാനൊക്കെ ഇത് അടിപൊളിയായിരിക്കും തോന്നുന്നു. നമ്മൾ കണ്ണ് വെച്ച് കൊടുത്തപ്പോഴേ അതിൻ്റെ പൊസിഷനിൽ ചെറിയൊരു ഏറ്റക്കുറച്ചിൽ വന്നിട്ടുണ്ട്. എന്നാലും അത് തന്നെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു. അത് മാറ്റിയെടുത്ത് വയ്ക്കാനൊന്നും പോയില്ല. എന്തായാലും നോക്കാം നമുക്ക്. നമ്മൾ ആദ്യം ചെയ്തപ്പോൾ തന്നെ ചെവി വെച്ച് കൊടുത്തായിരുന്നു. പക്ഷേ അത് ഷേപ്പ് ചെയ്യാൻ മറന്നുപോയി. അപ്പോൾ അത് പെൻസിൽ കൊണ്ട് ജസ്റ്റ് ഒന്ന് താഴ്ത്തി കൊടുത്തു കഴിഞ്ഞപ്പോഴത്തേനും അത് ചെയ്യാൻ പറ്റുന്നുണ്ട്. കുഴപ്പമുണ്ടായില്ല. പിന്നെ ഇതെല്ലാം ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് എന്നാൽ പിന്നെ ഒരു ഹാർട്ട് വെച്ച് കൊടുക്കാം എന്ന് തോന്നിയത്. പക്ഷേ അവിടെ സ്പേസ് അധികം ഇല്ല. എന്നാലും അതങ്ങനെ വെച്ച് കൊടുത്തപ്പോൾ ഓക്കെ പോലെ തോന്നിയായിരുന്നു. ഇനി നമുക്ക് ഒരു കുഞ്ഞൊരു ഫ്ലവർ ഉണ്ടാക്കി വെച്ച് കൊടുക്കാം അല്ലേ. ക്യൂട്ട്നെസ്സിന് കുറവൊന്നും വരുത്തണ്ടല്ലോ. പിന്നെ ഈ സോഫ്റ്റ് ക്ലേയിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു സംഭവമായിട്ട് തോന്നിയത്, ഇത് ഡ്രൈ ആയി കഴിഞ്ഞപ്പോൾ ഇതിന് അങ്ങനെ ഒരുപാട് ഹാർഡായിട്ടൊന്നും ഫീൽ ചെയ്യുന്നില്ല. ഒരുവിധം ലൈറ്റ് വെയ്റ്റ് തന്നെയാണ്. ഇപ്പോൾ താഴെ വീണ പൊട്ടും എന്നുള്ള ഒരു ഹാർഡ്നെസ്സോ അല്ലെങ്കിൽ ഫേംനെസ്സോ ഒന്നും ഫീൽ ചെയ്യുന്നില്ല. ഞാനിതൊരു 3 ദിവസം ഏകദേശം ഡ്രൈ ആക്കാൻ വെച്ചിരുന്നു. കാരണം 3 ദിവസം ഡ്യൂട്ടി ആയിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ വേറെ ഒന്നും ഇതിൽ ചെയ്യാൻ പറ്റിയില്ല. അപ്പോൾ ഇതിന് ഒരു 48 ഹവേഴ്സൊക്കെ മതിയായിരിക്കും ഡ്രൈ ആവാനായിട്ട്. പിന്നെ ഇച്ചിരി കൂടെ തിക്കായിട്ടുള്ള സംഭവങ്ങളൊക്കെ ആണെങ്കിൽ ഒരു 72 ഹവേഴ്സ് ആവശ്യം വരും. പിന്നെ തിന്നായിട്ടുള്ളതിന് 24 ഹവേഴ്സ് മതിയായിരിക്കും. പിന്നെ നമ്മൾ ഈ കണ്ണ് വെച്ച് കൊടുത്തപ്പോൾ അതിനൊരു എന്താ പറയുക, ഗ്രേ ലുക്കായിരുന്നു. അപ്പോൾ ഇത് ഒരു ബ്ലാക്ക് വെച്ച് കൊടുത്തു കഴിഞ്ഞപ്പോൾ കുറച്ചും കൂടി ഒരു ബെറ്റർ ലുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഇനി നമ്മൾ ഇതിന് ഒരു വാർണിഷ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതാണ് ഡ്രൈ ആയി കഴിഞ്ഞിട്ടുള്ള ലുക്ക്. ഇപ്പോൾ ഇതിൽ ഗ്ലോസി വാർണിഷാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അപ്പോൾ അതിന് 1 കോട്ട് ചെയ്ത് കൊടുക്കുന്നുള്ളൂ. 2 3 കോട്ട് വേണമെങ്കിൽ ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാനിത് 1 കോട്ട് ചെയ്ത് കൊടുത്തിട്ടുള്ളൂ. ഇപ്പം 3 ലെയറൊക്കെ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നല്ലൊരു ഗ്ലോസി ഫിനിഷായിരിക്കും കിട്ടുക. അപ്പം നമ്മൾ ചെയ്ത് കഴിഞ്ഞപ്പോഴുള്ള ഒരു ഫിനിഷ്ഡ് ലുക്ക് ഇതാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. താങ്ക്